വെൽക്കം ടു ഷെഫ് അനീഷ് കിച്ചൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റവ കൊണ്ടുള്ള ഒരു പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് റവ പത്തിരി. അതിനായി 2 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ 3 ചെറുള്ളി, 1 പിഞ്ച് പെരിഞ്ജീരകം, 1 പിഞ്ച് സാദാ ജീരകം, സോൾട്ട്, ഷുഗർ എന്നിവയിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിനാൽ 1 കപ്പ് റവ, വറുത്ത റവ ആണ് നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. റവ വറുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്ത് നമ്മൾ 1 കപ്പ് റവ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ജസ്റ്റ് അതിനകത്തേക്ക് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നു. നല്ല രീതിയിൽ അതൊന്ന് ഉപ്പുമാവ്, ശരിക്കും ഉപ്പുമാവിൻ്റെ ടെക്സ്ചർ തന്നെ നമുക്ക് അതൊന്ന് റെഡിയാക്കി വരണം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നമ്മൾ വെള്ളത്തിൻ്റെ ഉപ്പിടുമ്പോൾ നമ്മൾ ഉപ്പുമാവിന് ചേർക്കുന്നത് പോലെ തന്നെ കറക്റ്റ് ഉപ്പും ഷുഗറും പാകത്തിന് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചെറിയ തീയിൽ നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം അല്പം ഒന്ന് കൂളാവാൻ വേണ്ടി വയ്ക്കുന്നു. അല്പം കൂളായതിന് ശേഷം നന്നായിട്ടൊന്ന് മാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു ചപ്പാത്തി പലകയിൽ അല്പം മൈദയിട്ട് അതൊന്ന് നല്ല രീതിയിൽ പരത്തി നമ്മളൊരു കട്ടർ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. നല്ല രീതിയിൽ ഈവൻ്റായിട്ട് പരത്തിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തെങ്കിൽ ഗ്ലാസ്സാണ്, കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ച് നമുക്കതൊന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. കിടലിന് ഒരു ഈവനിങ് സ്നാക്കാണ് ഇത്. ബീഫ് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഏജൻറ്റ് കൂടിയാണ്. പൊറോട്ട, ചപ്പാത്തി എന്നിവ പോലെ തന്നെ പത്തിരി, മലബാർ ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ തന്നെ റൈസ് പത്തിരി ഉണ്ടാക്കും. നമ്മളിവിടെ റവ പത്തിരി കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. എറണാകുളം, അങ്കമാലി ഭാഗങ്ങളിലൊക്കെ റവ പത്തിരിയാണ് ചായ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടൂ. നിങ്ങൾക്കും സജഷൻ വയ്ക്കാം. ഏതെങ്കിലും ഡിഷുകൾ നമുക്കുണ്ടാക്കി ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു.